ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ഒടുവിൽ ശാശ്വതീകാനന്ദയുടെ മരണം പുനരന്വേഷിക്കാനുള്ള സാധ്യത തെളിയുന്നു. കുറേ ദിവസമായി മലയാള പത്രലോകത്ത് ഗൗരവതരമായി നിലനിന്നിരുന്ന ഒരു വാർത്തയായിരുന്നു അത്. 13 വർഷങ്ങൾക്ക് ശേഷം ആ ദാരുണ മരണം സംഭവിച്ചതിന് 13 വർഷങ്ങൾക്ക് ശേഷം അത് വലിയൊരു വാർത്തയായി തീരുമെന്നും ഒരിക്കൽ കൂടി അവശിഷ്ട തെളിവുകളുമായി ബിജു രമേശ് രംഗത്ത് വരുമെന്നും അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ കൊലപാതകികളെന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾക്ക് തന്നെ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരുമെന്നും ഒക്കെ അന്ന് കരുതിയിരുന്നിരിക്കില്ല. എന്നാൽ പാതകങ്ങൾക്ക് കാലഹരണമില്ല എന്ന് പറഞ്ഞതുമാതിരി ആ വാചകത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അത് വീണ്ടും അന്വേഷണ വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ ആ ദുരൂഹ മരണം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു എന്നർത്ഥമില്ല എങ്കിൽ പോലും ഇതുവരെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് തന്നെ പുതിയതായി ലഭിച്ചിരിക്കുന്ന കാര്യത്തിൽ അന്വേഷിക്കേണ്ട നിലവാരത്തിലുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ധാരാളം ആളുകൾ പുനരന്വേഷണം ആവശ്യപ്പെട്ടൊരു പശ്ചാത്തലം രൂപം കൊള്ളുമ്പോൾ ഇതാ കൊലപാതകികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് പുനരന്വേഷണ സാധ്യത പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങുമിങ്ങും തൊട്ടും തൊടാതെയും കേരള കൗമുദി ആ വാർത്ത ലീഡാക്കുന്നതിൻ്റെ ഒരു സർക്കസ് കാണാം. ലീഡ് വാർത്ത വായിച്ചാൽ കാണുക, സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം പുനരന്വേഷണ സാധ്യത പരിശോധിക്കും. പുനരന്വേഷണം പരിശോധിക്കും എന്നല്ല, അതിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ സാധ്യത തന്നെ ഉറപ്പാക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാതെ പറഞ്ഞ് സായുജ്യം കൊള്ളുന്നു കേരള കൗമുദി. എങ്കിലും വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പുതിയ ആരോപണങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ തുടരന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് മേധാവി ADGP S അനന്തകൃഷ്ണൻ പരിശോധിക്കും. പരിശോധന നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുനരന്വേഷണം പരിശോധിക്കുന്നു എന്നാണ് പറയുന്നത്, സാധ്യത പരിശോധിക്കുന്നു എന്നല്ല. പുനരന്വേഷണം ക്രൈംബ്രാഞ്ച് പരിശോധനയ്ക്ക് ശേഷമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതിൻ്റെ സ്വാഭാവികഗതിയിലുള്ള കീഴ്വഴക്കം വിശദീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവം, ആ പ്രസ്താവവും ഈ പ്രധാന വാർത്തയ്ക്കൊപ്പം ഇൻസെറ്റിൽ സചിത്രമായി കേരള കൗമുദി നൽകുമ്പോൾ വിവാദത്തിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് വി മുരളീധരൻ, BJPയുടെ നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം കാവിൽ കയറി കാർക്കിച്ച പോലെയായി ഇപ്പോഴുള്ള സംഭവഗതികൾ. കൂടുതൽ വോട്ടും കൂടുതൽ വളർച്ചയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് SNDPയുമായി കൈകോർക്കാൻ BJP ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ ആ കൈകോർക്കൽ ഒരുപക്ഷെ സാമ്പത്തിക തട്ടിപ്പുകാരുമായും കൊലപാതകികളായി പോലും നടത്തുന്ന കൈകോർക്കലായി തീരുമോ? ആ നിലയ്ക്ക് മലയാളികൾ അത് തിരിച്ചറിയുമോ എന്ന ആശങ്കയിൽപ്പെട്ട് ഉഴറുന്നു BJP എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് മൂക്കത്ത് വന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മറിച്ച് ഒരഭിപ്രായം പറയുന്നത് നന്നല്ല എന്ന് കരുതുന്ന അടവു നയം സ്വീകരിക്കുന്നു മുരളീധരൻ. വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ്, അതുകൊണ്ട് അന്വേഷണം തന്നെ വേണമോ വേണ്ടയോ എന്ന് മുരളീധരൻ സംശയിക്കുമ്പോൾ ശ്രീധരൻ പിള്ളയും രാധാകൃഷ്ണനും തുടങ്ങിയ അതേ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അന്വേഷണം തന്നെ വേണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ സംഭവിച്ചിരിക്കുന്നു. BJPക്ക് സത്യത്തിൽ അഭിപ്രായ ഭിന്നത രൂപം കൊണ്ടത് BJPക്കുള്ളിലാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണവുമായി ബന്ധിപ്പിച്ച് ആ മരണം ദുരൂഹമാണ് എന്ന കാര്യത്തിൽ വലിയ സന്ദേഹങ്ങൾ ഉണ്ടായിട്ടില്ല ആർക്കും. ഇപ്പോൾ വന്നിരുന്ന വെളിവാക്കലുകളുടെ പശ്ചാത്തലത്തിൽ ആ ദുരൂഹത സഞ്ചരിച്ചെത്തി നിൽക്കുന്നത് കൊലപാതകത്തിൽ തന്നെയാണ് താനും. അങ്ങനെ വരുമ്പോൾ പാതി മനസ്സോടെയാണെങ്കിലും എല്ലാവരും തന്നെ ഒരു കൊലപാതകമാണ് അത് എന്നും കൊലപാതകമായിരിക്കാനാണിട എന്ന നിലയ്ക്കും എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആര് എന്തിനെ കൊന്നു എന്നൊക്കെ അന്വേഷിച്ചാൽ മതി.
സത്യത്തിൽ സ്വാമിയുടെ മരണത്തിൻ്റെ ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധിപ്പിച്ച ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ആ ദുരൂഹത ചില ഗൂഢനീക്കങ്ങളുടെ സ്വാഭാവിക ഉൽപ്പന്നമായിരുന്നു എന്ന് ദേശാഭിമാനി ഈ വാർത്ത ലീഡാക്കുമ്പോൾ ആ ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. കാണുക, വെള്ളാപ്പള്ളിയെ കുടുക്കി മുൻ ADGPയുടെ വെളിപ്പെടുത്തൽ. പോസ്റ്റ്മോർട്ടം തടയാൻ ഗൂഢനീക്കം നടന്നു. വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചത് പോസ്റ്റ്മോർട്ടം നടത്താൻ താൻ മുൻകൈയെടുത്തു, അതുകൊണ്ട് തന്നെ നോക്കൂ, മറച്ചു വയ്ക്കാൻ എൻ്റെ കയ്യിലോ മനസ്സിലോ ചോരക്കറകളൊന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ അന്ന് ഈ കേസ് അന്വേഷിച്ച മുൻ പോലീസ് മേധാവി മുൻ ADGP VR രാജീവൻ രംഗത്ത് വന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം തടയാനുള്ള ഗൂഢനീക്കം നടന്നു എന്ന് മാത്രമല്ല, നടത്തിയത് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ നടേശൻ ഇപ്പോൾ നിർലജ്ജം വന്ന് പച്ചക്കള്ളം പറയുകയായിരുന്നു ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം എതിർത്തില്ല എന്ന വെള്ളാപ്പള്ളിയുടെ വാദം പൊളിഞ്ഞു. അന്വേഷണത്തിന് സമ്മർദ്ദം മുറുകി തുടങ്ങിയ കാര്യങ്ങളാണ് ദേശാഭിമാനി വെളിവാക്കുന്നത്. സ്വന്തം ലേഖകൻ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: പോസ്റ്റ്മോർട്ടം നടത്താതെ സ്വാമി ശാശ്വതീകാനന്ദയുടെ മൃതദേഹം വിട്ടുകൊടുക്കാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയതായി ADGPയായി വിരമിച്ച VR രാജീവൻ്റെ വെളിപ്പെടുത്തൽ. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും പോസ്റ്റ്മോർട്ടത്തിന് നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതിനിടെ ഒരു വിഭാഗം പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതശരീരം വിട്ടുകൊടുക്കണമെന്നാവശ്യം ഉന്നയിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളാപ്പള്ളിയും ഇക്കാര്യത്തിനായി തന്നെ കണ്ടിരുന്നുവെന്ന് അന്നത്തെ സൗത്ത് സോൺ IG ആയിരുന്ന VR രാജീവൻ ദേശാഭിമാനിയോട് പറഞ്ഞു. അദ്ദേഹം നേരിൽ കണ്ട് ആവശ്യപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തരുതേ എന്ന്. എന്നാൽ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം പോസ്റ്റ്മോർട്ടം അനിവാര്യമാക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഉറച്ചു നിന്നു താൻ എന്ന് രാജീവൻ എന്ന മുൻ പോലീസ് ഓഫീസർ വെളിപ്പെടുത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞത് താനാണ് എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്തേറ്റ അടിയായി മാറിയിരിക്കുന്നു ആ വെളിവാക്കൽ. ശാശ്വതീകാനന്ദ സ്വാമിയുടെ ദുരൂഹമരണത്തെക്കുറിച്ച് അന്വേഷണം എന്നതാണ് പാർട്ടി നിലപാട് എന്ന് AN രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവവും ദേശാഭിമാനി മുൻ പേജിൽ തരുമ്പോൾ ഇന്ന് ജന്മഭൂമിയുടെ അവസാന പുറത്ത് മുരളീധരൻ്റെ പ്രസ്താവന റദ്ദാക്കപ്പെടുന്നു രാധാകൃഷ്ണൻ്റെ പ്രസ്താവനയിലൂടെ എന്ന കാര്യവും പ്രത്യേകം പറയേണ്ടതാണ്. ജന്മഭൂമി എന്ന പത്രം അങ്കലാപ്പിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജിഹ്വയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തരം താഴുന്നത് നാം കണ്ടിരുന്നു. അവരുടെ കുറ്റം കൊണ്ടല്ല. ഏത് പ്രസ്ഥാനത്തെ വിശ്വസിച്ചാശ്രയിച്ച്, ഏത് മുന്നണി ബന്ധത്തെ വിശ്വസിച്ചാശ്രയിച്ച് വാർത്തകൾ ചമച്ചുകൊണ്ടിരുന്നുവോ, പൊടുന്നനെ അതിൻ്റെ അസാധ്യതയായി മാറുന്ന സാഹചര്യത്തിൽ ഏത് പത്രത്തിനും സംഭവിക്കാവുന്ന ഒരു വിള്ളലാണ് ജന്മഭൂമിക്കും സംഭവിച്ചത്. ജന്മഭൂമിയിൽ നിന്ന് കുഞ്ഞിക്കണ്ണൻ വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശുന്നതിന് വേണ്ടി ചമച്ചിരിക്കുന്ന വാർത്ത കാണുക. ഹിന്ദു ഐക്യം പറഞ്ഞാൽ കള്ളനും കൊലപാതകിയുമാകും. ബാക്കി ഏത് ഐക്യം പറഞ്ഞാലും, അത് മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഐക്യം പറഞ്ഞാൽ കേരളത്തിൽ കൊലപാതകിയും കള്ളനൊന്നുമാകില്ല. മാന്യനായ രാഷ്ട്രീയക്കാരനാകുന്ന അവസ്ഥ നിലനിൽക്കുമ്പോൾ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് ആരെങ്കിലും മിണ്ടിപ്പോയാൽ മിണ്ടുന്ന ആളുകൾ കള്ളനും കൊലപാതകിയുമാകും എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്തകളും അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളും പുനരന്വേഷണത്തിന് വരുന്ന ആവശ്യങ്ങൾ വരെ യഥാർത്ഥത്തിൽ സത്യം പറയുന്നവയല്ല എന്നും ഒരു പ്രത്യേക വ്യക്തിയെ താറടിക്കാനുള്ള അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ വീക്ഷണത്തെ തകർത്ത് താറുമാറാക്കാനുള്ള ബോധപൂർവ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നുമൊക്കെയാണ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. ഇത് തന്നെ BJPയുടെ ഔദ്യോഗിക ഭാഷ്യമായിരിക്കുന്നു. മുരളീധരനും ഇത് തന്നെ പറയുന്നു. നരേന്ദ്രമോദിയും സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇത് തന്നെ മനസ്സിൽ കരുതുന്നു. അങ്ങനെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഒരു ഭാഷ്യം ജന്മഭൂമി തരുന്നു. അതിങ്ങനെ: ഇന്നലെ വരെ വെള്ളാപ്പള്ളി ഇടതിനും വലതിനും നല്ല പിള്ളയായിരുന്നു. ഹിന്ദു ഐക്യം നീക്കവും പാർട്ടി രൂപീകരണം ശക്തമാക്കാൻ ഇറങ്ങിയപ്പോൾ കൊള്ളാത്തവനായി. പുതിയ പാർട്ടിയെ തങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ
കിട്ടില്ല എന്നുറപ്പായപ്പോൾ കള്ളനും കൊലപാതകിയുമാക്കി മാറ്റാനാണ് ശ്രമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ രാഷ്ട്രീയ പ്രേരിതവും അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതവും ആണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ജന്മഭൂമി എത്തുമ്പോൾ സത്യത്തിൽ BJPയെയാണ് SNDP അല്ല മറിച്ച് വെള്ളാപ്പള്ളിമാർ വെള്ളത്തിലാക്കിയിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധിപ്പിച്ച ദുരൂഹതയുടെ ഏറ്റവും പുതിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോ പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നൽകിയിരിക്കുന്ന ശീർഷകവും പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. മനോരമ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും എന്ന് സന്ദേഹം പറയുമ്പോൾ മാതൃഭൂമി ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി എന്ന് പറയുന്നു. ദേശാഭിമാനി നേരത്തെ സൂചിപ്പിച്ചതുമാതിരി പോസ്റ്റ്മോർട്ടം തടയാൻ ഗൂഢനീക്കം നടത്തിയ കാര്യം പറയുമ്പോൾ മംഗളം വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ നീക്കം. മംഗളത്തിന് സംശയങ്ങളൊന്നുമില്ല. മാധ്യമം തീരുമാനമെടുക്കേണ്ടത് ക്രൈംബ്രാഞ്ച് എന്ന ആഭ്യന്തരമന്ത്രി. കേരള കൗമുദി പുനരന്വേഷണ സാധ്യത പരിശോധിക്കുന്ന നാം അത് കണ്ടതാണ്. സിറാജ് എന്ന പത്രം പുനരന്വേഷണത്തിലേക്ക് ഈ സംഭവഗതികൾ നീങ്ങുന്നു എന്ന് അർത്ഥസ്പഷ്ടമായി തന്നെ സന്ദേഹങ്ങൾ ഏതുമില്ലാതെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന അപമാനകരമായൊരു വാർത്ത ഒരു പുസ്തക പ്രകാശനത്തെ സംബന്ധിച്ച വാർത്തയാണ്. പുസ്തക പ്രകാശനം നടന്നത് മുംബൈയിൽ വെച്ചാണ്. ആ വാർത്തയുടെ മുൻ വാർത്തകൾ നമ്മെ തേടിയെത്തിയിരുന്നു. ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധിപ്പിച്ച് ഇപ്രകാരം ഒരു വാർത്താ മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ ലോകസമക്ഷം ഇന്ത്യയുടെ ശിരസ് പാതാളത്തോളം താഴുന്നു അപമാനം കൊണ്ട്. സമകാലിക ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസഹിഷ്ണുതയുടെ ആഴം എത്രയാണ്, ശത്രു ഹിംസയുടെ ആഴം എത്രയാണ് എന്ന് വിളിച്ചോതുന്ന അപമാനം ഉൽപ്പാദിപ്പിക്കുന്ന ആ വാർത്ത വളരെ വിശദമായി തന്നെ മലയാള പത്രങ്ങൾ സചിത്രമായി നമുക്ക് തന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP ആണെന്ന് പറയാം. പക്ഷേ ഒരു ഐക്യമുന്നണിയാണ്. BJPയും ശിവസേനയും ചേർന്നാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത്. പക്ഷേ ആ ഭരണത്തിന് കീഴിൽ BJP നേതാവിൻ്റെ മുഖത്ത് കരിയൊഴിക്കുന്നു ശിവസേന എന്ന ചില യാദൃച്ഛികതകളും നമുക്ക് കാണാൻ കഴിയുന്നു. മലയാള മനോരമ കരി തേച്ചു എന്ന ശീർഷകത്തിൽ ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്നത് കാണുക. പാക് പുസ്തകത്തിനെതിരെ ശിവസേനയുടെ പ്രതിഷേധം കരിതേച്ചു. ചടങ്ങിൻ്റെ സംഘാടകനായ BJP മുൻ ദേശീയ സെക്രട്ടറി സുധീന്ദ്ര കുൽക്കർണിയുടെ മുഖത്ത് കറുത്ത പെയിൻറ് ഒഴിച്ചു ശിവസേനയുടെ പ്രവർത്തകർ. ആ വാർത്ത തരുമ്പോൾ അതിനൊപ്പം തന്നിരിക്കുന്ന ചിത്രവും പ്രത്യേക പ്രാധാന്യം അറിയിക്കുന്നതാണ്. മുഖത്തൊഴിച്ച കരിപ്പാട് അതേമാതിരി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കുൽക്കർണി ധീരമായി ആ പുസ്തകം റിലീസ് ചെയ്ത ചടങ്ങിൽ പങ്കെടുത്തത്. ജെറി സെബാസ്റ്റ്യൻ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ഖുർഷിദ് റഹ്മൂദ് ഖസൂരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിന് വേദിയൊരുക്കിയ BJP മുൻ ദേശീയ സെക്രട്ടറി സുധീന്ദ്ര കുൽക്കർണിയുടെ മുഖത്ത് ശിവസേനാ പ്രവർത്തകർ കറുത്ത പെയിൻ്റ് ഒഴിച്ചു. പുസ്തക പ്രകാശനം റദ്ദ് ചെയ്യണമെന്ന ശിവസേനയുടെ ആവശ്യം കുൽക്കർണി നിരാകരിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ഗുലാം അലിയുടെ സംഗീത കച്ചേരി പ്രതിഷേധത്തിലൂടെ മാറ്റിവെപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ശിവസേന. ഇത്തവണ പുസ്തക പ്രകാശനം അങ്ങനെ മാറ്റിവെപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ മുന്നേറിയെങ്കിലും മുഖ്യമന്ത്രി അത് ചെവിക്കൊണ്ടില്ല. അങ്ങനെ പുസ്തക പ്രകാശനം അലങ്കോലമായെങ്കിലും നടക്കുക തന്നെ ചെയ്തു. ആ വാർത്ത മനോരമ തരുമ്പോൾ അതിനൊപ്പം തന്നിരിക്കുന്ന ചിത്രവും പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. ആ ചിത്രം ഒരുപക്ഷെ ലോകോത്തരമായി സഞ്ചരിക്കാൻ ഇടയുള്ള ചിത്രം കൂടിയാണ്. ഈ കരിയോയിൽ പ്രയോഗത്തെ എതിർക്കുന്നു LK അദ്വാനി. സത്യത്തിൽ മതസ്പർദ്ധയുടെ പ്രവാചകനായി മുൻകാലഘട്ടങ്ങളിൽ രംഗത്ത് വന്ന രാഷ്ട്രീയ നേതാവാണ് അദ്വാനി എങ്കിലും അദ്ദേഹം ഇപ്പോൾ അതിനെയൊക്കെ എതിർക്കുന്ന ഒരു പിന്നണി നടനായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസ്സിന് ചേരുന്ന വിധം തന്നെയാണ് ദീപിക എന്ന പത്രം. അതുകൊണ്ട് തന്നെയാവണം അത് പ്രത്യേക പ്രാധാന്യത്തോടെ തരുന്നത്. കാണുക, അസഹിഷ്ണുത കൂടുന്നു അദ്വാനിയുടെ ഒരു പ്രസ്താവനയുടെ ഭാഗമാണ് ദീപിക തരുന്നത്. അതിങ്ങനെ: ഈ അതിക്രമം ചെയ്തത് ആര് തന്നെയായാലും അതേത് പ്രസ്ഥാനമായാലും അപലപനീയമാണ്. സമീപകാലത്ത് രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിച്ചു വരികയാണ്. ഇത് ജനാധിപത്യത്തിന് ചേർന്നതല്ല.
എന്ന നിലയ്ക്ക് അദ്വാനി ശബ്ദിക്കുമ്പോൾ അദ്ദേഹം സത്യത്തിൽ അപകടത്തിൽപ്പെടുത്തുന്നത് നരേന്ദ്രമോദിയുടെ മൗനം തന്നെയാണ് ഈ ദൃശ സംഭവങ്ങളിൽ. വിവിധ രംഗങ്ങളിൽ അപ്രതീക്ഷിതമായ രീതിയിൽ വലിയ വലിയ പ്രതിരോധങ്ങൾ രൂപപ്പെടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണം കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തിനടിത്തട്ടിലൂടെ പലപ്പോഴും ക്ഷാത്രവീര്യം നിറഞ്ഞ സംഘപരിവാരത്തിൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്വതന്ത്ര ചിന്തകരായ ആളുകളെ കൊന്ന് തള്ളുന്ന സംഘപരിവാര ക്ഷാത്രം ഒരു വശത്ത് തുടരുമ്പോൾ പുസ്തകങ്ങളോടും അതുപോലെ തന്നെ മറ്റ് പ്രകാശന വിധങ്ങളോടും എന്തിന് മാട്ടിറച്ചി ഭക്ഷിക്കുന്നതിനെ പോലും എതിർത്തുകൊണ്ട് അഴിഞ്ഞാട്ടം സംഘപരിവാർ നടത്തുമ്പോൾ സാഹിത്യ ലോകത്ത് ഇതിനെതിരെ വൻ പ്രതിഷേധം രൂപം കൊണ്ടിരിക്കുന്നു. അത് ആശാവഹമായൊരു പുരോഗാമിയായ ഒരു നടപടിയാണ്. സാഹിത്യ ലോകത്ത് ഇന്ന് സംഭവിക്കുന്ന ഈ പ്രതിഷേധമാണ് ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് പിന്നീട് സംഭവിക്കാനിരിക്കുന്ന കൊടുങ്കാറ്റുണർത്തിയേക്കാവുന്ന പ്രതിഷേധത്തിൻ്റെ മുന്നോടിയായി മാറാൻ പോകുന്നത്. പ്രതിഷേധം പുസ്തകങ്ങൾക്ക് ലഭിച്ച അവാർഡുകൾ, പുരസ്കാരങ്ങൾ തിരിച്ച് നൽകിക്കൊണ്ടും സ്ഥാനമാനങ്ങൾ രാജിവെച്ചുകൊണ്ടും സാഹിത്യ ലോകത്തെ സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ടും നടക്കുന്ന പ്രതിഷേധം തുടരുന്നു. സാഹിത്യ അക്കാദമി യോഗം 23-ാം തീയതി ചേരാനിരിക്കെ തരം പ്രവർത്തികളുടെ ആദൃശ പ്രവർത്തനങ്ങളുടെ ശക്തി ഗതി കൂടിക്കൊണ്ടിരിക്കുന്നു. കാണുക സിറാജ് എന്ന പത്രത്തിൻ്റെ 1-ാം പേജിലെ അവസാന വാർത്ത. പ്രതിഷേധം തുടരുന്നു. സാഹിത്യ അക്കാദമി യോഗം 23-ന്. രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ എഴുത്തുകാർക്കിടയിൽ രൂപപ്പെട്ട പ്രതിഷേധം ശക്തമാകുന്നതിനെക്കുറിച്ച് KM ബഷീർ ദില്ലിയിൽ നിന്നാണ് സിറാജിലൂടെ പുതിയ വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നത്. എഴുത്തുകാരുടെ പ്രതിഷേധം ഇന്ത്യൻ അതിർത്തിയും കടന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് വളരുന്നതിൻ്റെ വർത്തമാനം പുറത്ത് മലയാള മനോരമയും തരുന്നു. പ്രതിഷേധിക്കുന്ന എഴുത്തുകാർക്ക് പിന്തുണയുമായി സൽമാൻ റുഷ്ദി. ഇന്ത്യയിലെ എഴുത്തുകാരുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി. എഴുത്തുകാർക്കെതിരെയും മറ്റ് അക്രമ സംഭവങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചിട്ടും മൗനം പാലിക്കുന്ന കേന്ദ്ര സാഹിത്യ അക്കാദമി നിലപാടിനെതിരെ പ്രതിഷേധിക്കുന്നവരെ പിന്തുണയ്ക്കുന്നു. ഒരു ട്വിറ്ററിലൂടെ റുഷ്ദി ആ വാർത്ത മലയാളം മനോരമ തരുമ്പോൾ ദേശരാജ്യാതിർത്തികൾ കടന്ന് പ്രതിഷേധം ലോകോത്തരമാകുന്നു എന്ന വാർത്തയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മാട്ടിറച്ചി ഭക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ ദാദ്രിയിൽ ഒരാളെ കൊന്ന വാർത്ത വലിയ വാർത്തയായി മാറുകയും അതിൻ്റെ മേൽ വലിയ സ്വയംവിമർശനങ്ങൾ അനിവാര്യമായി തീരുകയും ചെയ്ത കഥ നമുക്കറിയാം. അപ്രകാരം മാട്ടിറച്ചി കഴിച്ചു എന്ന ആക്ഷേപത്തിൻ്റെ പേരിൽ അടിച്ചു കൊല ചെയ്യപ്പെട്ട അഖിലാഖിൻ്റെ സഹോദരൻ ചാന്ദ് മുഹമ്മദ് മാധ്യമത്തോട് സംസാരിക്കുന്നു. പൊതുവൃത്താന്തം പേജിൽ മാധ്യമം വാർത്ത തരുന്നു. ഹൃദയഭേദകമാണ് ഈ സഹോദരൻ്റെ വെളിവാക്കൽ. കാണുക, നന്ദികെട്ട മനുഷ്യരാണ് അദ്ദേഹത്തെ അടിച്ചു കൊന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുപോയ ആളുകൾ അതേ രാത്രി തിരിച്ചു വന്ന് അയാളെ അടിച്ചു കൊല്ലുന്ന വാർത്ത നമുക്ക് വായിക്കാം. പൊതുവൃത്താന്തം പേജ്. ദാദ്രിയിൽ കൊലക്കത്തി പാളിയ ആ രാത്രിയെക്കുറിച്ച് അഖിലാഖിൻ്റെ സഹോദരൻ ചാന്ദ് മുഹമ്മദ് അനുസ്മരിക്കുന്നത് ഇങ്ങനെ: പശുവിനെ അറുത്തുവെന്ന് രാത്രി ക്ഷേത്രത്തിൽ നിന്ന് ലൗഡ് സ്പീക്കറിലെ അനൗൺസ്മെൻറ്റ് കേട്ടയുടൻ തന്നെ പലരും അഖിലാഖിനെ ഫോണിൽ വിളിച്ചു. സത്യമറിയാവുന്നവർ എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്ന് കുഴപ്പം തടയണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. സഹായം തേടി വിളിച്ചവരാരും വന്നില്ലെങ്കിലും ആക്രമണത്തിന് വന്ന ആൾക്കൂട്ടത്തിൽ ആട്ടിറച്ചി കഴിച്ചുപോയ സ്വന്തം അയൽക്കാരെ കണ്ടപ്പോൾ വീട്ടുകാർ ശരിക്കും ഞെട്ടിപ്പോയി. അയൽക്കാരാണ് കൊലക്കത്തിയുമായി വന്നത്. ആ അർത്ഥത്തിൽ പരസ്പരം പോരടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു മതാന്ധത, അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ നേതൃത്വം. ആ അവസ്ഥയാണ് മാധ്യമം പൊതുവൃത്താന്തം പേജിൽ പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധിപ്പിച്ചെടുത്തിരിക്കുന്ന നിലപാട്, നമുക്ക് അംഗീകരിക്കാവുന്ന നിലപാട് ഈ പേജിൽ തന്നെ മാധ്യമം തരുന്നു. ഭക്ഷണ സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. ബീഫ് വിലക്കിൽ തീർപ്പ് പിന്നീട്. ദാദ്രിയിൽ ഇടപെടുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് എന്ന് ജസ്റ്റിസ് സിറിയക് ജോസഫിൻ്റെ പ്രസ്താവനയാണ് AK ഹാരിസ് ദില്ലിയിൽ നിന്ന് തരുന്നത്. ഭക്ഷണ സ്വാതന്ത്ര്യം പൗരൻ്റെ മൗലികാവകാശമാണെന്നും എന്നാൽ ബീഫ് കഴിക്കുന്നത് വിലക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണോ എന്ന കാര്യത്തിൽ തിടുക്കത്തിൽ തീർപ്പ് കൽപ്പിക്കാനാവില്ലെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞതാണ്. ആ പേജിൽ, അതേ പേജിൽ മാധ്യമം തരുന്നത്. അതേ പേജിൽ മറ്റൊരു പ്രസ്താവം കൂടി മാധ്യമം തന്നിരിക്കുന്നു. ഗൗരവതരമാണ് ആ പ്രസ്താവം നടത്തിയത്
മോഹൻ ഭാഗവത് എന്ന RSSൻ്റെ ഉന്നതനായ നേതാവാണ്, ഏറ്റവും ഉന്നതനായ സർസംഘചാലക്. ഇന്ത്യയുടെ വികസനത്തിന് ഹിന്ദുക്കളുടെ വികസനം അനിവാര്യമാണ് എന്ന് RSS തലവൻ മോഹൻ ഭാഗവത്. ഹിന്ദുക്കളുടെ വികസനമാണ് രാജ്യത്തിൻ്റെ വികസനം, ഹിന്ദുക്കൾ ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യവുമാണ് എന്ന് ഭഗവത് പറയുമ്പോൾ കുറേ കൂടി കടന്നാൽ ഇന്ത്യ എന്നാൽ ഹിന്ദുവാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൂടായികയില്ല. വർഷങ്ങൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നൊരാൾ പ്രഖ്യാപിച്ചിരുന്നു. ഒരു വലിയ നേതാവ്, കോൺഗ്രസ് നേതാവ് ബറുവ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ദിരയ്ക്ക് പറ്റിയ അപജയം ഏതായാലും മോഹൻ ഭാഗവത് ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യ എന്നാൽ ഹിന്ദു എന്ന് പറയുമ്പോഴും ഭാവി അദ്ദേഹത്തിന് കരുതി വച്ചിരിക്കുന്ന സാധ്യത ഇന്ദിരാഗാന്ധിയുടെ സാധ്യത തന്നെയാണ് എന്ന യാഥാർത്ഥ്യവും ഇത്തരുണത്തിൽ നാം ഓർക്കുന്നത് നന്നായിരിക്കും. 2 ദിവസങ്ങൾ കൊണ്ട് യൂസഫ് അലി എന്ന നിക്ഷേപകൻ 30,000 പേരെ അഭിമുഖം നടത്തി 3,000 പേർക്ക് കേരളത്തിൽ തൊഴിൽ കൊടുത്ത വാർത്ത, കേരളത്തിൽ തൊഴിലിനായി തിരഞ്ഞെടുത്ത വാർത്ത മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ സചിത്രമായി തരുന്നു. യൂസഫ് അലിയുടെ മാരത്തൺ അഭിമുഖം, 3,000 പേർക്ക് വിദേശ ജോലി. 30,000 പേരെ 2 ദിവസം കൊണ്ട് അഭിമുഖം നടത്തിയ MA യൂസഫ് അലി 3,000 പേരെ ഗൾഫിലേക്കും ഇന്തോനേഷ്യയിലേക്കും മലേഷ്യയിലേക്കും ജോലിക്കായി തിരഞ്ഞെടുത്ത നല്ല വാർത്തയാണ് മാതൃഭൂമി തരുന്നത്. തോട്ടം സമരം ഇന്ന് 16ാം ദിവസം പിന്നിടുമ്പോൾ നാളെ ഒരു PLC യോഗം നടക്കും. ആ യോഗം 5ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ യോഗമാണ്. പ്രതിദിനം 350 മുതൽ 380 രൂപ വരെ നൽകിക്കൊണ്ട് സമരം ഒത്തുതീർപ്പാകാനുള്ള സാധ്യത തെളിയുന്നു എന്നാണ് പത്രങ്ങൾ പറയുന്നത്. ദേശാഭിമാനി അതേ സംബന്ധിച്ച വാർത്ത തരുന്നത് കാണുക. തോട്ടം സമരം നിയമസഭ വിളിക്കണമെന്ന് LDF. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ അടിയന്തരമായി നിയമസഭ വിളിച്ചു ചേർക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് LDF കക്ഷി നേതാക്കൾ ഗവർണറെ കണ്ട് നിവേദനം നൽകിയ കാര്യം പറയുമ്പോൾ ഇന്ന് നടക്കുന്ന മീറ്റിങ്ങിൽ, നാളെ നടക്കുന്ന ആ PLCയുടെ യോഗത്തിൽ ഒരുപക്ഷേ ഈ സമരം തീരുമാനിക്കപ്പെട്ടുകൂടായികയില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാവുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. JC ഡാനിയൽ പുരസ്കാരം IV ശശിക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത മാതൃഭൂമി 1ാം പേജിൽ തരുന്നു. JC ഡാനിയൽ പുരസ്കാരം IV ശശിക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ 2014 JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ IV ശശിക്ക് 4 പതിറ്റാണ്ടോളം നീണ്ട ചലച്ചിത്ര പ്രവർത്തനത്തിലൂടെ മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ മുൻനിർത്തിയാണ് ഈ പുരസ്കാരം നൽകപ്പെട്ടിരിക്കുന്നത്. ബീഹാറിലെ 1ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 57% പോളിംഗ് മംഗളം. 1ാം പേജിൽ ആ വാർത്ത തരുന്നു. ബീഹാർ ആദ്യഘട്ടത്തിൽ 57% പോളിംഗ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 57% പോളിംഗ്. 10 ജില്ലകളിലെ 49 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പത്രികാ സമർപ്പണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പത്രികാ സമർപ്പണം നാളെ അവസാനിക്കുന്നു. മാധ്യമം 1ാം പുറത്ത് ആ വാർത്ത ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട് വളരെ വിശദമായി. ഇനി ഇന്നത്തെ കാർട്ടൂൺ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്വാനി നടത്തിയ ഒരു രഥയാത്രയുണ്ട്. അദ്വാനിയുടെ രഥം ഉരുണ്ട വഴിയിലൂടെ പിന്നീട് ചിതറിത്തെറിച്ചത് മനുഷ്യമാംസവും മനുഷ്യരക്തവുമായിരുന്നു എന്നത് അതിൻ്റെ ദുരന്ത സ്വഭാവത്തോടു കൂടിയ ഫലവുമാണ്. ആ യാത്രയാണ് പിന്നീട് പള്ളി ആക്രമണത്തിൽ പര്യവസാനിച്ചത്. ഇന്ന് അതേ അദ്വാനി പരിത്യക്തനായ ഒരു രാഷ്ട്രീയ നേതാവുമാണ്. ഇതാ ഈ കാർട്ടൂൺ കാണുക. അന്ന് രഥയാത്രികനായ അദ്വാനി പ്രാപ്പിടിയനായാണ് അറിയപ്പെട്ടത്. അന്ന് അതിനെ BJP പിന്തുണയ്ക്കുകയും ചെയ്തു. ഇന്നോ അദ്വാനി എല്ലാം അടങ്ങി ഒരു പ്രാവായി പരിവർത്തിച്ചപ്പോൾ ശിവസേന അദ്ദേഹത്തെ ആക്രമിക്കുന്നുവെന്ന് പറയുന്ന സുരേന്ദർ കാർട്ടൂൺ ഹിന്ദുവിൽ വരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പാകിസ്ഥാൻ്റെ വിദേശ നയത്തിൻ്റെ ഉള്ളറകൾ പ്രാപ്പിടിയനുമല്ല പ്രാവുമല്ല. ഒരു പുസ്തകത്തിൻ്റെ തലവാചകം അതാണ്. മഹമ്മൂദ് കസൂരി എഴുതിയ ആ പുസ്തകത്തിൻ്റെ പേരതാണ്. ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. പുസ്തകം പ്രകാശനം ചെയ്തു ശിവസേന സംഭാവന ചെയ്ത കരിയോജിലിൽ അഭിഷിക്തനായി BJP നേതാവ് സുധീന്ദ്ര കുമാർ കുൽക്കർണി പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചിത്രം തേജസ് എന്ന പത്രം 1ാം പുറത്ത് നമുക്ക് തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.